ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഡിഫറൻറ്റ് മിനിസ്ട്രീസിലേക്കും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കും മുൻപേ ഒരു അപേക്ഷ തുടങ്ങാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപേക്ഷ ഉടനടി തുടങ്ങുന്നതായിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ വാട്സപ്പ് ചാനലിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതിനകം അറിഞ്ഞു കാണും. അപേക്ഷ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മിനിമം 10ാം ക്ലാസ് ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന, എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഈ മാസം 23ാം തീയതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 32,000-ൽ കൂടുതൽ ഒഴിവുകളായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പഠനം നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ സൈലത്തിൽ RRB ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രഗത്ഭരായ അധ്യാപകർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ പരീക്ഷകൾ എഴുതി വിജയിച്ചവരാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസൊക്കെ സൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് പുതിയൊരു വേക്കൻസി ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 7/1/2025 ഇതിൻ്റെ അപേക്ഷ തുടങ്ങും. 6/2/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സീരിയൽ നമ്പർ 07/2024 ആണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പോസ്റ്റ് വന്നിട്ടുണ്ട് ഓഫ് ഡിഫറൻറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപേക്ഷ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചിട്ടുള്ള സമയങ്ങളിലോ അപ്ഡേറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ അതിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കും നമ്മൾ അധികവും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിൻ്റെ യോഗ്യത, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനീഷ്യൽ പേയും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 48 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട്. 43 വരെ ഉള്ളതുണ്ട്, 36 വരെ ഉള്ളതുണ്ട്. വിവിധ ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ SC ST OBCക്കുള്ള റിലാക്സേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെയും കൂടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റിന് ശേഷമായിട്ട് സയൻറ്റിഫിക് സൂപ്പർവൈസർ, അതുപോലെ തന്നെ ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ചീഫ് ലോ അസിസ്റ്റൻറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടുണ്ട്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയാണ്. സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ലൈബ്രറിയൻ, മ്യൂസിക് ടീച്ചർ, അങ്ങനെ നിരവധി പോസ്റ്റുകളായിട്ട് ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപേക്ഷ നാളെ തുടങ്ങുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപേക്ഷ തുടങ്ങിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനനുബന്ധിച്ച് കംപ്ലീറ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് നമ്മളിപ്പം പറഞ്ഞില്ല. അപ്പോൾ ഡിഗ്രി, ഗ്രാജുവേഷൻ, സയൻസ് ഡിഗ്രി, അങ്ങനെ +2 സയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പരമാവധി ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് അവെയർ ചെയ്ത് നിർത്തുക. നല്ലൊരു അവസരം തന്നെയാണ്. നമ്മൾ നേവിയുടെ ഒരു വീഡിയോ ഈയിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേവിയുടെ SSC, അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫോർ മെൻ ആൻഡ് വുമണിലുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു സയൻസ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വിവിധ യോഗ്യതയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും ഇതിന് അപേക്ഷിക്കാനായിട്ട് BTech അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. അവർക്കെല്ലാം എന്തായാലും ഇവിടെ വേക്കൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 1036 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിവേ ഇത് തുടങ്ങുന്ന സമയത്ത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.